എനിക്ക് ആകെ സംശയമുള്ളത് ഈ മാതൃഭൂമിയുടെ ചാനൽ ചർച്ചയൊക്കെ ഇപ്പോൾ അല്ല സീരിയൽ ആളാണോ സ്പോൺസർ ചെയ്യുന്നത്? ഇത്തരം ചാനൽ ചർച്ചകൾ കണ്ടു കഴിഞ്ഞാൽ ഈ ചാനൽ ചർച്ച കാണുന്ന മനുഷ്യർ നിവർത്തികേട് കൊണ്ട് സീരിയൽ പോയി കാണും. ഈ ഇഫ് യു വാണ്ട് ടു സീ ദ ഒറിജിനൽ പീപ്പിൾ വിൽ ഗോ ടു ദ WWF ഓർ ഇത്തരത്തിലുള്ള സ്ലാപ്സ്റ്റിക് കോമഡിയുള്ള മറ്റൊരു ചാനലിലേക്ക് പോകും. എന്തിനാണ് ഇത്തരത്തിലുള്ള തർക്കത്തിന് മാധു സ്പേസ് കൊടുക്കുന്നത്? ഇത് ഇപ്പം പറഞ്ഞല്ലോ മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ച്, മാധ്യമം അല്ലെങ്കിൽ മാധു എന്ത് ചോദ്യം ചോദിക്കണമെന്ന് വസീഫ് നിശ്ചയിക്കും. അതുപോലെ തന്നെ മാധ്യമങ്ങളെ എങ്ങനെ നേരിടണമെന്നുള്ളത് കാര്യമാണോ? നാട്ടിൽ നടക്കുന്നത് നിയമലംഘനമാണ്, അത് അഭിനന്ദനാർഹമായ കാര്യമാണോ? നാട്ടിൽ നടക്കുന്നതല്ലേ ചർച്ച ചെയ്യാൻ പറ്റുള്ളൂ. അല്ല, അത് ഇങ്ങനെയാണോ ചർച്ച ചെയ്യേണ്ടത്? അല്ല, ഇങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്കൊരു എതിർപ്പില്ല കേട്ടോ. ഇത് ഇങ്ങനെയാണ് ചർച്ച ചെയ്യണമെങ്കിൽ ജനങ്ങൾ നിശ്ചയിക്കട്ടെ. എന്തുകൊണ്ടാണ് ചാനൽ ചർച്ച കാണാണ്ട് ആളുകൾ മറ്റുള്ളതിലേക്ക് പോകുന്നത്? റേറ്റിംഗ് നമുക്കറിയാലോ ഓരോതിന്റെ. ഞാൻ ആളുകളെ തന്നെ ചാനൽ ചർച്ചയ്ക്ക് അവനവന് താല്പര്യമുള്ള കാര്യങ്ങളാണ് അവനവൻ കാണുന്നത്. ഞാൻ തർക്കിക്കുന്നില്ല, സന്തോഷം കാണട്ടെ ആൾക്കാർ. അതെ, അതേപോലെ തന്നെ അവനവന് താല്പര്യമുള്ള രാഷ്ട്രീയമായിട്ട് താല്പര്യമുള്ള ആൾക്കാരായിരിക്കുമല്ലോ വിടുന്നത്. ഈ വസീഫിനെ പോലുള്ള ആൾക്കാരെ ഇനിയും വിടണം. കാരണം ഈ എന്താ ന്യായം പറയുന്നത്? ഇപ്പം നരേന്ദ്രമോദി സർക്കാർ ചെയ്ത തെറ്റ് എന്ന് വിശ്വസിക്കുന്നു, അങ്ങനെ വിശ്വസിക്കട്ടെ, അല്ലെങ്കിൽ അതൊരു ചർച്ചയ്ക്കെടുക്കാം. അത്തരത്തിലുള്ള മാധ്യമങ്ങൾക്കെതിരെ ചെയ്ത് ഞങ്ങളും ചെയ്യും. അതായത് നരേന്ദ്രമോദി ചെയ്ത തെറ്റ് ഞങ്ങൾ ചെയ്ത എന്താ കുഴപ്പം എന്നല്ലേ CPM ചോദിക്കുന്നത്. അതുപോലെ തന്നെ കോൺഗ്രസിന്റെ പോലീസ് ഞങ്ങളെ തല്ലിയിരുന്നു, ഞങ്ങൾ തല്ലും. ഇതാണോ ഇടതുപക്ഷം? അല്ലെങ്കിൽ ഇതാണോ കേരളത്തിൽ വേണ്ടത്? ഇത് ജനങ്ങളുടെ മുന്നിലേക്ക് ഇടതുപക്ഷം വെക്കുമ്പോൾ AKG സെന്ററിൽ ആൾക്കാർ വിചാരിക്കേണ്ടത് ഇങ്ങനത്തെയുള്ള ആളുകളെയാണോ വിടേണ്ടത്? അപ്പോൾ ഇത്തരത്തിലുള്ള ചർച്ചകളിൽ കുറച്ചുകൂടി മാന്യമായ സംവേദനക്ഷമതയുള്ള ആളുകളെ വിടണമെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ തീർച്ചയായിട്ടും ഞാൻ ഈ AKG സെന്ററിന്റെ അവകാശത്തെ ചോദ്യം ചെയ്യുമെന്ന് പറയരുത്. ഒരു കാര്യം ഉറപ്പാണ്, ഇവിടെ പോലീസിനെ ഇത്തരത്തിലുള്ള ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാന സർക്കാർ തങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു. ഇവിടെ ജനങ്ങൾക്ക് ജനങ്ങൾക്കൊരു ഉപകാരം ഈ നവകേരള സദസ്സിലും കേരളത്തിലൂടെ അന്യോന്യം നടന്നിട്ടും ഒരു ഉപകാരവുമില്ല. ഞാൻ ഇപ്പൊ വിനീതയെ മാത്രമല്ല, വിനീതയെ വിട്ടു എന്ന് പറഞ്ഞ് ശ്രീകാന്തിനെതിരെ അവിടുത്തെ ബ്യൂറോ ചീഫിനെതിരെ കേസെടുത്തു, വിളിപ്പിച്ചേക്കുവാണ്. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ വിനീത ഗൂഢാലോചന നടത്തിയില്ല എന്ന് മാധുവിന് ബോധ്യമുണ്ടോന്നാ ചോദിച്ചത് വസീഫ്. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഇവർ ചോദിക്കുന്നത്. ഇത്തരത്തിലുള്ള യുവാക്കളെയാണ് ഇവർ വളർത്തിക്കൊണ്ടുവരുന്നത്. ഇതാണ് കേരളത്തിന്റെ ശാപം. മാധ്യമത്തിന്റെ അവകാശത്തെക്കുറിച്ച് വലിയ രീതിയിൽ പറയുന്നവര് മാധുവിനോട് എന്ത് ചോദ്യങ്ങൾ ചോദിക്കണമെന്ന് നിർദ്ദേശിക്കും. അതുപോലെ തന്നെ വിനീത പോയത് കൊണ്ട് ഗൂഢാലോചന നടത്തുവാനാണോ പോയത് എന്നുള്ള തെളിവില്ലേ, ഉണ്ടോ എന്ന് നിങ്ങൾക്കറിയാമോ? ചർച്ച കണ്ടവർക്കറിയാം ആരാണ് മാധ്യമങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകുന്നത്, ആരാണ് മാധ്യമങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നത് കൃത്യമായി മനസ്സിലാവും. അല്ല, തെളിയിക്കാനായിട്ട് ഞാൻ ചോദിക്കട്ടെ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഏത് കാലഘട്ടത്തിലാണ് നടക്കാത്തത്? ഒരു പോലീസ് ഒരു മാധ്യമ പ്രവർത്തക അവിടെ നടക്കുന്ന കാര്യങ്ങൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യുന്നതിൽ എങ്ങനെയാണ് അതൊരു വധശ്രമമാകുന്നത്? അതെങ്ങനെയാണ് രാഷ്ട്രീയ പ്രവർത്തനത്തെ മുഖ്യമന്ത്രിയെ അട്ടിമറിക്കുവാൻ ശ്രമിക്കുന്നത്? നേരത്തെ ചോദിച്ചു, മറ്റേ വിമാനത്തിൽ യൂത്ത് കോൺഗ്രസ്സുകാർ ഇറങ്ങി മുഖ്യമന്ത്രിയെ കൊല്ലുവാൻ ശ്രമിക്കുന്നത്. വടിവാൾക്കിടയിലൂടെ നിരന്തരം നടന്നു പോയിരുന്ന ആളാണ്. അപ്പോൾ വിമാനത്തിലേക്ക് കയറി വരുമ്പോൾ ഏതായാലും വടിവാളൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ള വെറും ചെറിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ ശ്രദ്ധ മാറ്റുവാൻ ഇപ്പം നവകേരള സദസ്സിനെതിരെ നടക്കുന്ന ഇപ്പം മറിയക്കുട്ടിയും അതുപോലെ തന്നെ രഞ്ജിത്തും ചെയ്തത്രയും പോലുള്ള അവർക്കെങ്ങനെ ഇത്ര മാധ്യമ ശ്രദ്ധ കിട്ടുന്നത്?